ട്രംപും നെതന്യാഹുവും തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ച നടക്കാൻ പോവുകയാണ്. ഇതിന് മുൻപ് ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു. ഹൂത്തികൾ ഈ ഹമാസിന്റെ ഒക്ടോബർ 7 സ്റ്റൈലിൽ ഇസ്രായേലിനെതിരെ ഒരു ആക്രമണം നടത്താൻ ശ്രമിക്കുകയാണ്. ഇതിനെക്കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് ഇസ്രായേലിന്റെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളും ഇസ്രായേലിലെ ചില ഉദ്യോഗസ്ഥരും തന്നെ വാർത്തകൾ പുറത്തുവിടാൻ തുടങ്ങി. എന്നാൽ യാതൊരു ബന്ധവുമില്ലാതെ ഇപ്പോൾ ഹൂത്തികൾ ഒരു ലാൻഡ് അറ്റാക്കിന് തയ്യാറാവുകയാണ്. ഇസ്രായേലിനെതിരെ ഇത്തരം ഒരു അറ്റാക്കിന് തയ്യാറാകുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇതിന് പിന്നിൽ എന്തോ ഒരു വലിയ കാര്യം ഉണ്ടാകണം. ഒന്നുകിൽ ഹൂത്തികൾ അങ്ങനെ ഒരു പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ടാകണം. ഇനി അതല്ല എങ്കിൽ ഹൂത്തികൾക്കെതിരായ ഒരു വലിയ ആക്രമണം നടത്തുന്നതിന് മുൻപ് ഇസ്രായേൽ ഫയർ ചെയ്യുന്ന ഒരു വാർണിംഗ് ഷോട്ട് ആയിരിക്കണം ഇത്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ അറിയാൻ പോകുന്നത് പ്രാക്ടിക്കലി ഇത് പോസിബിളായ കാര്യമാണോ? കാരണം ഹൂത്തികളുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശത്തിനും ഇവിടെ ഇസ്രായേൽ ഭൂപ്രദേശത്തിനും ഇടയിലുള്ള ദൂരമെന്നത് 2300 കിലോമീറ്ററിലും അധികമാണ്. ഇത് സാധാരണ നിങ്ങളെ കൊണ്ട് ആക്സസ് ചെയ്യുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പറഞ്ഞു വന്നാൽ ഇത് അസാധ്യമായ ഒരു കാര്യം തന്നെയാണ്. 50 മുതൽ 100 പേർ അകത്തേക്ക് വരുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അപ്പോൾ പിന്നെ ആയിരക്കണക്കിന് ആളുകൾ വരാൻ പോകുന്നു എന്ന് ഇസ്രായേൽ തന്നെ പറയുന്നു. അപ്പോൾ പിന്നെ ഇതിന് പിന്നിൽ ഇസ്രായേലിന്റെ ഒരു വലിയ പദ്ധതി ഉണ്ടാകണം. ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ വിശദമായി അറിയാൻ പോകുന്നത്. ഹൂത്തീസ് വേഴ്സസ് ഇസ്രായേൽ. കഴിഞ്ഞ 10 ദിവസത്തെ ഒരു ടൈം ലൈൻ നമ്മൾ എടുത്തു നോക്കിയാൽ എപ്പോഴും ഇല്ലാത്ത തരത്തിൽ എസ്കലേഷൻസ് ഇസ്രായേലിനും ഹൂത്തികൾക്കും ഇടയിൽ വർദ്ധിച്ചു വരുന്നുണ്ട്. കാരണം ഏലാത്ത് പോർട്ട് സിറ്റിയിൽ 2 ദിവസത്തിന് മുൻപ് ഹൂത്തികളുടെ ഒരു ഡ്രോൺ നടത്തിയ ആക്രമണത്തിൽ ഏകദേശം 20 പേർക്കോളം പരിക്കേറ്റിട്ടുണ്ട്. 3 പേർക്ക് സിവിയർ ഇഞ്ചുറീസ് ഉള്ളതായി വാർത്തകൾ പറയുന്നുണ്ട്. ഇതിനൊരു പ്രതികാരം വീട്ടുന്ന രീതിയിൽ ഇസ്രായേലും ഹൂത്തികളുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിലും അവരുടെ ചില പ്രധാനപ്പെട്ട ഗോഡൌൺസ് ഇവിടങ്ങളിൽ 3 മണിക്കൂറിലധികം ഒരു എയർ ക്യാമ്പയിൻ നടത്തി. ഒരു വലിയ ഏരിയൽ അറ്റാക്ക് നടന്ന് അവസാനിച്ചു. ഇതിൽ എത്ര പേർ ഒരു കാര്യം ശ്രദ്ധിച്ചു എന്നറിയില്ല. നിങ്ങൾ ഹൂത്തികൾ നടത്തിയ എല്ലാ അറ്റാക്കും ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. സൗദി എയർ സ്പേസിൽ ഈ ഡ്രോണുകൾ ബ്രീച്ച് ചെയ്യില്ല. സൗദിയുടെ ഇന്റർനാഷണൽ എയർ കോറിഡോറിന് അടുത്ത് പോലും ഈ ഡ്രോൺസുകൾ പോകുന്നില്ല. കൃത്യം ചെങ്കടൽ മേഖലയിലേക്ക് യാത്ര ചെയ്ത് ഇവർ ആക്രമിക്കുന്നതെല്ലാം ജോർദൻ, ഇസ്രായേൽ, ഈജിപ്ത് ഇവർക്കിടയിലുള്ള ആ ഒരു ചെറിയ സമുദ്ര പ്രദേശത്തെ ആക്സസ് ചെയ്ത് കൃത്യം ഏലത്ത് പോർട്ട് സിറ്റിയിൽ ചെന്ന് ആക്രമിക്കും. ഒരു ഡ്രോൺ ഇത്രത്തോളം ക്യാപ്പബിൾ ആണ്, ഇത്രത്തോളം അഡ്വാൻസ്ഡ് ആയി അവരുടെ ആ ലക്ഷ്യത്തെ തന്നെ ആക്രമിക്കണം എന്നുണ്ടെങ്കിൽ ഹൂത്തികളെ കൊണ്ട് മാത്രം ഇങ്ങനൊരു ഡ്രോൺ നിർമ്മിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഈ ഒരു ഡ്രോൺ നെറ്റ്വർക്കിന് പിന്നിൽ ഇറാൻ അല്ലെങ്കിൽ ഇറാനേക്കാൾ അഡ്വാൻസ്ഡ് ടെക്നോളജി ഉള്ള ചില രാജ്യങ്ങൾ ഹൂത്തികൾക്ക് പിന്നിൽ ഉണ്ടാകണം. ഈ ഡ്രോൺസിന്റെ സ്പെയർസ് ഉൾപ്പെടെ ബ്ലാക്ക് മാർക്കറ്റ് വഴി വളരെ എളുപ്പത്തിൽ ലഭിക്കുന്നുണ്ട്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ടെക്നോളജിക്കലി അവർ എന്തൊക്കെയോ ട്രൈ ചെയ്ത് നോക്കി. പക്ഷേ ഒരു ഡ്രോണിനെ പോലും ഈ എയർ സ്പേസിൽ റീച്ച് ചെയ്യുന്നതിന് മുൻപ് പുറത്ത് വെച്ച് ന്യൂട്രലൈസ് ചെയ്യുക അല്ലെങ്കിൽ പുറത്ത് വെച്ച് തന്നെ ജാം ചെയ്യുന്നു എന്ന രീതിയിൽ വാർത്തകൾ കേട്ടിട്ടേ ഇല്ല. അങ്ങനെ അവർ ചെയ്തെങ്കിൽ പോലും അത് സ്വാം ഡ്രോൺ കൂട്ടം വരുമ്പോൾ അവിടെ ഈ ഹെലികോപ്റ്റേഴ്സ് ഉപയോഗിച്ച് വെടിവെച്ച് വീഴ്ത്തിയ വാർത്തകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇസ്രായേലിന്റെ ഏതോ ഒരു വലിയ ലൂപ്പ് ഹോൾ ഹൂത്തികൾ കണ്ടെത്തിയിട്ടുണ്ട്. ആ ലൂപ്പ് ഹോൾ ഉപയോഗിച്ച് ആഴ്ചയിൽ ഒരു തവണ, 3 ദിവസത്തിൽ ഒരു തവണ, 10 ദിവസത്തിൽ ഒരിക്കൽ ഇങ്ങനെ റിപ്പീറ്റഡ് ആയി ആ റൂട്ടിനെ ആക്സസ് ചെയ്ത് ഇവർ ആക്രമിക്കുന്നുണ്ട്. ഈ റെഡ് സീ ചെങ്കടൽ പ്രദേശം എന്നത് സൗദി അറേബ്യയുടെ ആധിപത്യം അല്ലെങ്കിൽ ഇസ്രായേലിന്റെ കൺട്രോൾ, ഈജിപ്തിന്റെ കൺട്രോൾ ഇങ്ങനെ മാത്രമല്ല. അമേരിക്കയുടെ 2-3 യുദ്ധക്കപ്പലുകൾ എപ്പോഴും ആ സ്ഥലത്ത് ഉണ്ടാകും. എന്നിട്ട് കൂടിയും സാധാരണ ഒരു നിരീക്ഷണത്തിനും അപ്പുറം ഹൂത്തികളുടെ ഡ്രോണുകൾ ഇത്ര പെട്ടെന്ന് ഇസ്രായേലിനെ ആക്രമിക്കുന്നുവെന്നുണ്ടെങ്കിൽ ഇതിന് പുറകിൽ തീർച്ചയായും ഒരു വലിയ കാര്യമുണ്ട്. ഇനി നമ്മുടെ പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് വരാം. ഇസ്രായേലിനുള്ളിൽ ഹൂത്തികളുടെ ലാൻഡ് ഇൻവേഷൻ. ഇത് പറയാൻ പ്രധാനപ്പെട്ട കാരണം ഹിസ്ബുള്ളയുടെ റീസെന്റ് ആയിട്ടുള്ള വെപ്പൺ മാനുഫാക്ചറിംഗ് സൈറ്റ്സിനെ ഇന്നലെ അതിന് മുൻപുള്ള ദിവസങ്ങളിലെല്ലാം ആക്രമിച്ചിരുന്നു. ഇതെല്ലാം സദൺ ലബനിൽ ബക്ക വാലിക്ക് അടുത്ത് നടന്നതായി ഇസ്രായേലിന്റെ IDF അവരുടെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞു. ഇതിനെ എന്തുകൊണ്ട് ആക്രമിച്ചു എന്നുള്ളതിന് ഒരു കാരണവും പറഞ്ഞിട്ടുണ്ട്. ഹിസ്ബുള്ളയ്ക്കും ഇസ്രായേലിനും ഇടയിൽ ഒരു കരാറുണ്ടായിരുന്നു. അതായത് ഇസ്രായേലിന് പ്രശ്നം നൽകുന്ന രീതിയിൽ, ഇസ്രായേലുമായി പ്രതിഷേധം തുടരുന്ന രീതിയിൽ ഏത് തരത്തിലും ഞങ്ങൾ ഈ അതിർത്തിയോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ ഡ്രോൺ വിന്യസിപ്പിക്കില്ല, അല്ലെങ്കിൽ ആയുധങ്ങൾ നിർമ്മിക്കുന്ന ഏതൊരു യൂണിറ്റും സജ്ജമാക്കില്ല, അവിടെ ആയുധം ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറികളൊന്നും ഞങ്ങൾ സജീവമാക്കില്ല എന്നുള്ളതായിരുന്നു ഈ ഹിസ്ബുള്ള ഇസ്രായേൽ നൽകിയ ഒരു വാക്ക്. ഈ 2 വിഭാഗത്തിനും ഇടയിൽ നടന്ന ചർച്ചയിൽ ഇസ്രായേലിന് ഹിസ്ബുള്ള നൽകിയ ഒരു വാക്കായിരുന്നു ഇത്. എന്നാൽ ഇസ്രായേൽ പറഞ്ഞത് കുറഞ്ഞത് 30-35 ഇടങ്ങളിൽ ഹിസ്ബുള്ള അണ്ടർഗ്രൗണ്ടിൽ വെച്ച് തന്നെ അവരുടെ ഡ്രോൺ മാനുഫാക്ചറിങ് ഇപ്പോൾ അധികമാക്കിയിട്ടുണ്ട്. അതിൽ 2 ഇടങ്ങൾ മാത്രമാണ് ഞങ്ങളിപ്പോൾ ആക്രമിച്ചത്.
കഴിഞ്ഞ 2 ദിവസങ്ങളിൽ ഞങ്ങൾ 2 ആക്രമിച്ചു. ബാക്കിയുള്ള സ്ഥലങ്ങളെ ഞങ്ങൾ വരും ദിവസങ്ങളിൽ തീർച്ചയായും ആക്രമിക്കും. ആവശ്യം വന്നാൽ അകത്ത് ലബനനുള്ളിലേക്ക് കടന്ന് ഞങ്ങളുടെ കാലാൾപ്പടയെ അകത്തേക്ക് അയച്ച് ടണൽസിനുള്ളിൽ കടന്ന് ആക്രമിക്കും എന്നുള്ളൊരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ലബനിലെ ഹിസ്ബുള്ള വീണ്ടും പതിയെ ഇസ്രായേലിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഹൂത്തികൾ എങ്ങനെയാണ് ഇസ്രായേലിനെ ആക്സസ് ചെയ്യുക? ഒരുപക്ഷെ ഒരു ഹൈപ്പോതെറ്റിക്കലായി ഇസ്രായേൽ പറഞ്ഞത് ശരിയാണെന്ന് തന്നെ ചിന്തിക്കുക. അങ്ങനെ ശരിയാണെങ്കിൽ അത്ര പെട്ടെന്ന് ഇവരെ കൊണ്ട് ആക്സസ് ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ വളരെ ടഫായ ഒരു ടാസ്ക് ആണ്. കാരണം യമനിലുള്ള ഹൂത്തീസ് ഇസ്രായേലിനെ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് പ്രധാനമായും രണ്ട് വഴികൾ മാത്രമേ ഉള്ളൂ. ഒന്നാമത്തേത്, അവരുടെ പക്കലുള്ള കപ്പലുകൾ ഉപയോഗിച്ച് റെഡ് സീ വഴി ട്രാവൽ ചെയ്ത് ജോർദൻ, ഈജിപ്ത്, ഇസ്രായേൽ ഇവർക്കിടയിലുള്ള ആ ഒരു ചെറിയ കടൽ മാർഗം ഉപയോഗിച്ച് ഏലത്ത് പോർട്ട് സിറ്റി ഉപയോഗിച്ച് അകത്തേക്ക് കടക്കുക. പക്ഷെ സാധാരണ നിങ്ങളൊരു ഡ്രോണിനെ അയക്കുന്നതിനും ഇങ്ങനെ നിങ്ങൾ നുഴഞ്ഞു കയറുന്നതിനും ഒരുപാട് വ്യത്യാസമുണ്ട്. ഇതിനകം അവരുടെ സൊമാലിയ കടൽ കൊള്ളക്കാർ കൂടുതലാണ്. അതിന്റെ പാട്രോളിങ്ങിൽ പല രാജ്യങ്ങളുടെ കപ്പൽ സേന ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ചെറിയ ഗ്രൂപ്പുകളായി 2000-2500 കിലോമീറ്റർ യാത്ര ചെയ്ത് ഇസ്രായേലിലേക്ക് റീച്ച് ചെയ്യുക എന്നത് അസാധ്യമായൊരു കാര്യമാണ്. പോരാത്തതിന് സൗദി അറേബ്യയുടെ കപ്പൽ സേന എവിടെയുണ്ട്. അപ്പോൾ ചെങ്കടൽ റൂട്ട് വഴി നിങ്ങൾ ആക്സസ് ചെയ്യുക എന്നത് ഇമ്പോസിബിളായ കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഇതിനപ്പുറം മറ്റു മാർഗം ഇല്ലേ? അവർക്ക് ഇറാൻ വഴി സഹായമൊന്നും ലഭിക്കില്ലേ എന്ന് ചോദിച്ചാൽ, ഇതുപോലൊരു സംഭവം പ്രായോഗികമായി സംഭവിക്കണം എന്നുണ്ടെങ്കിൽ അത് ഇറാൻ വിചാരിച്ചാൽ മാത്രമേ സംഭവിക്കുകയുള്ളൂ. കാരണം ഇറാന്റെ കപ്പൽ സേന, ഇറാന്റെ ചില ഇല്ലീഗൽ നെറ്റ്വർക്ക്സ് വഴി ഈ യമനിലുള്ള ഹൂത്തി റിബൽസ് നേരിട്ട് ഈ ഗൾഫ് ഓഫ് എയ്ഡൻ വഴി ഇറാഖിനെ ആക്സസ് ചെയ്യും. ഇറാഖിനെ ആക്സസ് ചെയ്താൽ മാത്രമേ അവർക്ക് ഒരു വലിയ ലാൻഡ് കോറിഡോർ ലഭിക്കുകയുള്ളൂ. ആ ഇറാഖിൽ നിന്നും ഡയറക്റ്റ് ഇസ്രായേലിന്റെ റൂട്ട്സ് ആക്സസ് ചെയ്യാൻ കഴിയും, ജോർദാനിലേക്ക് കയറാൻ കഴിയും. ഇതൊക്കെയാണ് പ്രാക്ടിക്കലായി പോസിബിളായ ഒരു സാഹചര്യം. അതായത് ഇവർ ആക്രമിക്കാൻ തീരുമാനിക്കുകയാണ്, അങ്ങനൊരു സാഹചര്യം ഉണ്ടെങ്കിൽ ഇതാണ് പോസിബിളായ റൂട്ട്സ്. അപ്പോൾ ഒരു പക്ഷേ ഇങ്ങനൊരു പദ്ധതിയേ ഇല്ല എന്ന് ചിന്തിക്കുക. കാരണം ഹൂത്തികളെ സംബന്ധിച്ചിടത്തോളം ലാൻഡിംഗ് ഇൻവേഷൻ ഇസ്രായേലിനുള്ളിൽ അവർ ഒരിക്കലും ചെയ്യില്ല. കാരണം അവരുടെ ശക്തി നോക്കുകയാണെങ്കിൽ 1,00,000 കൂടുതൽ സൈനികരുള്ളതായി പറയുന്നുണ്ട്. ഡാറ്റാസ് അങ്ങനെയാണ്. അതായത് മിനിമം 50,000 മുതൽ മാക്സിമം 1,00,000 വരെയും. പക്ഷേ ഇതിനേക്കാൾ നമ്പേഴ്സ് കൂടുതലാകാനും സാധ്യതയുണ്ട്. കാരണം ഹൂത്തികൾ എന്നത് യമനിലുള്ളിലുള്ള ഒരു വലിയ ശൃംഖലയാണ്. അവിടെയുള്ള പല വംശീയ ഗ്രൂപ്പുകളും ഒരുമിച്ച് ചേർന്ന ഒരു വലിയ സംഘടനയാണ്. അപ്പോൾ പിന്നെ ഇസ്രായേൽ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നൽകിയിട്ടുണ്ട്, അല്ലെങ്കിൽ അവരിങ്ങനെ ഒരു ടാഗ് ഇവിടെ ആഡ് ചെയ്തു എന്നുണ്ടെങ്കിൽ ഇതിന് പിന്നിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകണം. ഇപ്പോൾ ഹമാസിന്റെ അറ്റാക്കിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിനെ അതൊന്ന് ഇരുത്തി ചിന്തിപ്പിച്ചിട്ടുണ്ട്. നെതന്യാഹുവിന്റെ പ്രൊഫൈൽ എപ്പോഴും ഇല്ലാത്ത തരത്തിൽ വളരെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പ്രശ്നം ആരംഭിച്ചത് അല്ലെങ്കിൽ ഈ ഹോസ്റ്റേജസിനെ എല്ലാം തിരികെ കൊണ്ടുവരുന്ന കാര്യത്തിൽ അദ്ദേഹത്തിന്റെ പ്രൊഫൈൽ റേറ്റ് വളരെയേറെ ഇടിഞ്ഞു. ഹോസ്റ്റേജസ് നിങ്ങൾ കാണുന്ന പ്രശ്നം അനുഭവിക്കുകയാണ്, ഹമാസുമായി ചർച്ച നടത്തുക, ഹോസ്റ്റേജസിനെ തിരികെ കൊണ്ടുവരിക, ഇങ്ങനെ ഇസ്രായേൽ പ്രശ്നങ്ങൾ ദിനംപ്രതി നടക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴുണ്ടായിരുന്ന പ്രശ്നങ്ങളെക്കാളും ഇപ്പോൾ പ്രശ്നങ്ങൾ അധികമാണ്. അതുകൊണ്ട് തന്നെ നെതന്യാഹുവിന്റെ പ്രൊഫൈൽ റേറ്റ് ഇസ്രായേൽ വളരെയേറെ കുറഞ്ഞു. അപ്പോൾ ഈ സാഹചര്യത്തിൽ ജനങ്ങളുടെ പിന്തുണ അദ്ദേഹത്തിന് ആവശ്യമാണ്. അദ്ദേഹത്തിന്റെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സിറിയ ആക്രമിക്കുക, ജോർദനെ ആക്രമിക്കുക, ലബനനെ ആക്രമിക്കുക, ഹൂത്തികളെ ആക്രമിക്കുക, ഇങ്ങനെ ഏത് കാര്യത്തിനാണെങ്കിലും ജനങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. ജനങ്ങളുടെ പിന്തുണ ഇല്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഒരു ഘട്ടത്തിന് ശേഷം അവിടെ പ്രശ്നങ്ങൾ അധികമാകുമ്പോൾ ഇസ്രായേലിലെല്ലാം ഒരുമിച്ച് ചേരണം. നമ്മുടെ പ്രൈം മിനിസ്റ്റർ എന്ത് ചെയ്താലും നമ്മുടെ നല്ലതിന് വേണ്ടിയാണ്, ഇസ്രായേലിന് വേണ്ടി അവർ എന്തും ചെയ്യും എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക് ജനങ്ങൾ വരണം. ജനങ്ങൾ നെതന്യാഹുവിനെ ഒരു ഹീറോ ആയി കാണണം. അങ്ങനെ ഹീറോ ആയി കാണണം എന്നുണ്ടെങ്കിൽ അവരുടെ റീസൺ ടൈം സെന്റിമെന്റ്സ് തന്നെ അവിടെ വേണ്ടിവരും. അവരുടെ റീസൺ ടൈം സെന്റിമെന്റ്സ് തന്നെ പുറത്തേക്ക് കൊണ്ടുവരണം. ആ റീസൺ ടൈമിലുള്ള സെന്റിമെന്റ് ട്രിഗർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരേ ഒരു മാർഗം ഹമാസ് ആണ്. ചിന്തിച്ചു നോക്കുക, ഇങ്ങനെ ഒരു അറിയിപ്പ് വന്ന് 2 ദിവസം കഴിയുകയാണ്. ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടുണ്ടാകും. ഇസ്രായേലിനുള്ളിൽ ഇപ്പോൾ എന്ത് സാഹചര്യമാണെന്ന് അറിയണ്ടേ? ഇങ്ങനെ ഒരു വാർത്ത പുറത്തു വന്നു. ഇസ്രായേലിന്റെ ഒഫീഷ്യൽസ് ഇത് പുറത്ത് പറഞ്ഞപ്പോൾ നിങ്ങൾ എന്തിനാണ് ഇപ്പോഴും കാത്തിരിക്കുന്നത്? ഇങ്ങനെയാണ് ജനങ്ങൾ പറഞ്ഞത്. 100% ആളുകളിൽ ഒരു 99% ആളുകൾ മാത്രമല്ല ഇങ്ങനെ പറയുന്നത്. 100% ആളുകളും ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. ഹമാസിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഇന്റൽ ലഭിച്ചു എന്ന് പറഞ്ഞു. ഏതൊരു വലിയ കാര്യം ഹമാസ് പദ്ധതി ഇടുന്നുണ്ട്, ഞങ്ങൾ എല്ലാത്തിനും തയ്യാറാണ് എന്ന് നിങ്ങളും പറയുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ചെയ്ത ഒരു തെറ്റ് അല്ലെങ്കിൽ മുൻകൂട്ടി നടപടികൾ സ്വീകരിക്കാത്തതിനാൽ 1200 ഇസ്രായേലിയർ കൊല്ലപ്പെട്ടു. വളരെ അധികം പേർ ബന്ധികളായി മാറി. ഇത്രയധികം പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഇന്റലിജൻസ് ഇൻപുട്ട് ലഭിച്ചു എന്ന് പറയുന്നു, ഹൂത്തികൾ ഇങ്ങനെ ഒരു ആക്രമണം നടത്താൻ പോകുന്നുവെന്നും പറയുന്നു. അങ്ങനെയാണെങ്കിൽ എന്തിനു വേണ്ടി അങ്ങനെ ഒരു കാര്യം സംഭവിക്കുന്നത് വരെയും കാത്തിരിക്കുന്നു?
ഹൂത്തികളെ ആക്രമിക്കാൻ നിങ്ങൾ എന്തിനാണ് ഇത്രയും കാത്തിരിക്കുന്നത്? ഒരു പ്രീഎംപ്റ്റീവ് സ്ട്രൈക്ക് നിങ്ങൾ നടത്താത്തത് എന്തുകൊണ്ട്? ഇങ്ങനെ ഒരു വലിയ ബൂസ്റ്റാണ് നെതന്യാഹുവിൻ്റെ പ്രൊഫൈലിന് അവിടെ ലഭിച്ചത്. ചിന്തിച്ചു നോക്കുക. ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞതും നെതന്യാഹുവിനെ കുറിച്ച് തെറ്റായി സംസാരിച്ച വ്യക്തികൾ പോലും, ഇസ്രായേലിൻ്റെ രാഷ്ട്രീയത്തിനെതിരെ സംസാരിച്ച വ്യക്തികളെല്ലാം ഇപ്പോൾ ഒരുമിച്ച് കൂടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ ഒരുമിച്ച് കൂടുമ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ വളരെ എളുപ്പത്തിൽ അവിടെയുള്ള ജനങ്ങളുടെ സഹായത്തോടുകൂടി പിന്തുണയോടുകൂടി ഹൂത്തികൾക്കെതിരെയുള്ള ആക്രമണം നടത്താൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയൊരു സാഹചര്യവും ഉണ്ട്. കാരണം പ്രൊഫൈൽ റേറ്റിംഗ് പെട്ടെന്ന് കൂടുന്നു. ഒറ്റ സ്റ്റേറ്റ്മെൻറ്റിലൂടെ ജനങ്ങളുടെ പിന്തുണ ഇത്രയധികം വർദ്ധിച്ചു എന്നുണ്ടെങ്കിൽ ഹൂത്തികൾക്കെതിരെ ഇവർ എന്തോ വലിയ കാര്യം ചെയ്യാൻ പോകുന്നുവെന്ന് മാത്രം മനസ്സിലായി. ഒരു വശത്ത് ഇറാൻ അവരുടെ ന്യൂക്ലിയർ ആർസനൽ റീബിൽഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. മറുവശത്ത് ഹൂത്തികൾ ഇറാന്റെ പക്കൽ നിന്നും വെപ്പൺസ് വാങ്ങി സ്റ്റോർ ചെയ്യുന്നുണ്ട്. ഹിസ്ബുള്ള ആവശ്യത്ത് വീണ്ടും ഡ്രോൺ മാനുഫാക്ചർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ റൗണ്ട് 2 എത്രയും പെട്ടെന്ന് ആരംഭിക്കാൻ പോവുകയാണ്. ഇത് ഇസ്രായേൽ എങ്ങനെ ഡിഫെൻഡ് ചെയ്യും? അല്ലെങ്കിൽ ഇസ്രായേലിനെതിരെ ഈ സംഘടനകളെല്ലാം ഒരുമിച്ച് ചേരുമോ എന്നുള്ളത് കാലം തന്നെയാണ് മറുപടി പറയേണ്ടത്. കാരണം ഹിസ്ബുള്ള മുൻപുള്ളതുപോലെ അത്ര പവർഫുൾ അല്ല. ഇസ്രായേൽ റിപ്പീറ്റഡായി ആക്രമിച്ച് ഹിസ്ബുള്ളയെ തളർത്തി മാറ്റിവെച്ചിട്ടുണ്ട്. ജോർദാനൊക്കെ ഇസ്രായേലിനെതിരെ ഒന്നും സംസാരിക്കാനും പോകുന്നില്ല. അപ്പോൾ വരും ദിവസങ്ങളിൽ ഹൂത്തികൾക്കെതിരെയുള്ള പ്രധാനപ്പെട്ട ചില ഓപ്പറേഷൻസ് ഇസ്രായേൽ ചെയ്യാൻ പോവുകയാണ്. അത് വ്യക്തമായി തന്നെ മനസ്സിലാകുന്നുണ്ട്. അങ്ങനെയുള്ള ഓപ്പറേഷൻസ് ചെയ്യുമ്പോൾ അകത്തിറങ്ങി അവർ ആക്രമിക്കാൻ പോവുകയാണോ, അല്ലെങ്കിൽ എയർ സ്ട്രൈക്സ് വഴി തന്നെ അവരുടെ ആക്രമണം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുമോ? അതാണ് ഇവിടെ ഉള്ളൊരു സംശയം. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. കൂടുതൽ അപ്ഡേറ്റ്സിനായി വോയിസ് ഓഫ് വിക്കി എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.